ويزيد الله الذين اهتدوا هدى والباقيات الصالحات خير عند ربك ثوابا وخير مردا. ഈ ആയത്തിൽ പ്രതിപാദിച്ചത് സന്മാർഗികളായ ആളുകൾക്ക് അള്ളാഹു സന്മാർഗബോധം വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ശാശ്വതമായ സൽക്കർമ്മങ്ങൾ അതാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലത്താൽ ഏറ്റവും ഹൈറായതും പര്യവസാനം ഏറ്റവും ഉത്തമമായതും എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. ഈ ആയത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ച സ്വഹാബികളൊക്കെ ഭൗതികമായി വളരെ ദുർബലരായ ആളുകളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടുന്നവർ വളരെ വിരളവും ആയിരുന്നു. അതേ സമയത്ത് ദാറുന്നദവയിൽ മഹാസമ്മേളനങ്ങൾ നടക്കാറുണ്ട്. അവർ വിഭവങ്ങളെ കൊണ്ടും മറ്റും സമൃദ്ധമായ ആളുകളായിരുന്നു. ആൾബലം കൊണ്ടും സമ്പത്ത് കൊണ്ടും അവർ ഉന്നതരാണ്. വിശ്വാസികൾക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവർ പരിഹസിക്കുമായിരുന്നു. അപ്പോഴാണ് അള്ളാഹു തആല ഈ ആയത്ത് നൽകുന്നത്. أفرأيت الذي كفر بآياتنا وقال لأوتين مالا وولدا. എൻ്റെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് അവിശ്വസിച്ചവനെ തങ്ങൾ കണ്ടുവോ? അവൻ പറയുന്നത് തീർച്ചയായിട്ടും എനിക്ക് സമ്പത്തും സന്താനം നൽകപ്പെടും എന്നാണ്. ഇതിനൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു ആസിബ് ബിൻ വായിലിൻ്റെ പക്കൽ നിന്ന് കടം കൊടുത്ത കാശ് തിരിച്ചു കിട്ടാനുണ്ടായിരുന്നു. ആസിബ് ബിൻ വായിലിനോട് തിരിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നീ മുഹമ്മദിനെ കൊണ്ട് അവിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ തരാം എന്നാണ്. ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇല്ല, നീ മരണപ്പെടുകയും വീണ്ടും പുനർജനിപ്പിക്കപ്പെടുകയും ചെയ്താൽ പോലും ഞാൻ മുഹമ്മദിനെ കൊണ്ട് അവിശ്വസിക്കൂല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ്, എന്നാൽ ഞാൻ മരിക്കുകയും പുനർജന്മം നൽകപ്പെടുകയും ചെയ്യുമ്പോൾ എനിക്ക് സന്താനങ്ങളും സമ്പത്തും ഉണ്ടാവുമല്ലോ, അപ്പോൾ നീ ചോദിച്ചു ഞാൻ തരാം എന്ന് പറഞ്ഞ് പരിഹസിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ആയത്ത് അവതരിച്ചത്. അതുകൊണ്ട് തന്നെ താൽക്കാലികമായ സുഖങ്ങളും സൗകര്യങ്ങളും കണ്ട് നാം വഞ്ചിക്കപ്പെട്ടു പോകരുത്. അതൊക്കെ നൈമിഷികമാണ്. അത് അല്ലാഹു അവർക്ക് അയച്ചയച്ചു കൊടുക്കും. പക്ഷേ ഒരു നാൾ പിടികൂടപ്പെടും. അപ്പോഴാണ് അവരതിൻ്റെ തിക്തഫലം അനുഭവിക്കുക.